بسم الله الرحمن الرحيم أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء لجعلناه أجاجا فلولا تشكرون الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. മാന്യ പ്രേക്ഷകർക്ക് വഴിവിളക്കിലെ ഖുർആൻ സാരം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എത്ര പെട്ടെന്നാണ് നമ്മുടെ കേരളം കൊടും ചൂടിലേക്ക് മാറിയത്. പച്ച പുതച്ചു നിൽക്കുന്ന നമ്മുടെ നാട്, 44ഓളം നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്, ഏതാണ്ട് 12% തണ്ണീർത്തടങ്ങളുള്ള ഭൂപ്രദേശമുള്ള നമ്മുടെ നാട് എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് വരൾച്ചയിലേക്ക് മാറിയത്? സ്വാഭാവികമായും നമ്മുടെയൊക്കെ മനസ്സ് ആശങ്കാകുലമാണ്. മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ തന്നെ കൊടും വരൾച്ചയിലേക്ക്, ചൂടിലേക്ക് നാമും അതിവേഗം കടന്നു പോകുന്നു. തീർച്ചയായും നാം ആലോചിക്കേണ്ട അതിഗുരുതരമായൊരു വിഷയമാണിത്. ഇസ്ലാമിക വീക്ഷണത്തിൽ ഇതിനെ സമീപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇസ്ലാം ഒരു പരിസ്ഥിതി സൗഹൃദ ജീവിതക്രമമാണ്. അത് പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽക്ക് തന്നെയും ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയെക്കുറിച്ചും സംവിധാനങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ കൃത്യമായി ഖുർആനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് കൂടുതലായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്നു. ആഗോള താപനത്തെക്കുറിച്ചും അത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചുമൊക്കെ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതശൈലിയിൽ സംഭവിച്ച ഗുരുതരമായ ഒരു മാറ്റം തന്നെ ആയിരിക്കണം ഇത്രയും പെട്ടെന്ന് കൊടും ചൂടിലേക്ക് നമ്മുടെ നാടിനെ വലിച്ചെറിഞ്ഞത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഈ പ്രതിഭാസത്തിൻ്റെ പിന്നിൽ ഭൗതികവും അതേപോലെ ആത്മീയവുമായ നിമിത്തങ്ങളുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവവിശ്വാസികളാകൂ, നിങ്ങൾ സംഭവിച്ചു പോയ അബദ്ധങ്ങളുടെ പേരിൽ പ്രപഞ്ചനാഥനോട് പശ്ചാത്തപിക്കൂ. ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, അവൻ എല്ലാം പൊറുക്കുന്നവനാണ്. അങ്ങനെ നിങ്ങൾ അവനിലേക്ക് തിരിച്ചെത്തിയാൽ യുർസിലി സമാ അലൈക്കും മിദ്റാറ, അവൻ നിങ്ങൾക്ക് ജലം ധാരധാരയായി വർഷിപ്പിച്ചു തരും. മാത്രമല്ല നദികൾ ഒഴുക്കി തരും, നിങ്ങൾക്ക് സമ്പത്തും സന്താനങ്ങളും വർദ്ധിക്കും എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ നൂഹ് അലൈഹിസ്സലാമിൻ്റെ പ്രബോധന ദൗത്യവുമായി ബന്ധപ്പെട്ട് പറയുന്നു. ഒന്നാമതായി, നമ്മുടെ ജീവിതശൈലിയിൽ സംഭവിച്ച അബദ്ധങ്ങളെ തിരുത്താൻ നമുക്ക് കഴിയണം. ഇവിടെ പാപമുക്തി തേടുക എന്ന് പറയുന്നത് വ്യക്തിപരമായ സദാചാര വിരുദ്ധമായ നിലപാടുകളും പ്രവർത്തനങ്ങളുമാണ്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കണം, നമ്മുടെ പരിസ്ഥിതിയിൽ നാം ഏൽപ്പിക്കുന്ന അക്രമപരമായ ആഘാതങ്ങൾ ഇതേപോലെ തന്നെ ഗുരുതരമായ പാപമാണ്. സൃഷ്ടാവിനോട് നമുക്കൊരു കടപ്പാടുണ്ട്, അവനുമായി നാം ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അവൻ്റെ കൽപ്പനകൾ പാലിക്കും എന്നതാണത്. ഇതേപോലെ ആ കരാറിൻ്റെ ഭാഗമാണ് ഈ പ്രകൃതിയെ, ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നത്. കാരണം അവൻ നമുക്ക് നൽകിയിരിക്കുന്ന, വിശ്വസിച്ചേൽപ്പിച്ച ഒരു അമാനത്താണ് ഈ ഭൂമി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉപയോഗത്തിൽ അങ്ങേയറ്റത്തെ ജാഗ്രത പുലർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നത് വളരെ പ്രധാനമാണ്. വായു, വെള്ളം, വെളിച്ചം, ഈ മൂന്നും നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഈ മൂന്നിൻ്റെയും ഒരു പ്രത്യേകത, ഈ മൂന്നിനും നിറമില്ല, വർണ്ണമില്ല, പ്രത്യേകിച്ച് രുചിയില്ല, ഗന്ധമില്ല എന്നതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അഥവാ മനുഷ്യ സമൂഹത്തെ പോലെ തന്നെ പ്രപഞ്ചനാഥൻ ആ അർത്ഥത്തിലാണ് ഈ വിഭവങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം.
ജലം ഉപയോഗിക്കുന്നിടത്ത് അങ്ങേയറ്റത്തെ സൂക്ഷ്മതയും ജാഗ്രതയും പുലർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വീടകങ്ങളിൽ നമുക്കറിയാമല്ലോ, വെള്ളത്തിൻ്റെ ഉപയോഗം വളരെ ധൂർത്തമായ അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. ഒരുപക്ഷെ ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ 2/3 ഭാഗവും നമ്മുടെ ബാത്റൂമിലാണ് നഷ്ടപ്പെടുന്നത് എന്ന് പറയാം. ബാത്റൂമുകളിലാണ് ഉപയോഗിക്കുന്നത്. ഒരു ഫ്ലഷ് ടാങ്ക് നമ്മൾ ഒരു തവണ ഉപയോഗിക്കുമ്പോൾ 7-7.5 ലിറ്റർ വെള്ളമാണ് അതുവഴി പുറത്തേക്ക് പോകുന്നത്. ആലോചിച്ച് നോക്കൂ. പല നാടുകളും അങ്ങേയറ്റം ജലദൗർലഭ്യത്താൽ വെള്ളം കിട്ടാത്തത് നിമിത്തം ഗുരുതരമായ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. പല നാടുകളിലും ചെറിയ മക്കൾക്ക് സ്കൂളിൽ പോകാൻ അവസരമില്ല. കാരണം കാലത്ത് തന്നെ പാത്രങ്ങളുമായിട്ട് വെള്ളം തേടി മരുഭൂമിയിലൂടെ അലയുകയാണ് മക്കൾ പലരും. നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ നാം കാശ് കൊടുത്ത് വെള്ളം വാങ്ങിക്കുകയാണ്. 1 ലിറ്റർ വെള്ളത്തിന് 20 രൂപ. യാത്രക്കിടയിലൊക്കെ സ്വാഭാവികമായും അങ്ങനെ സംഭവിക്കുന്നു. ഓർത്തു നോക്കൂ, ഒരാളുടെ വീട്ടിൽ 2000 ലിറ്റർ ഉൾക്കൊള്ളുന്ന ഒരു വാട്ടർ ടാങ്ക് ഉണ്ടെങ്കിൽ ആ ഒരു ദിവസം അയാൾ ഉപയോഗിക്കുന്ന വെള്ളം എത്രയായിരിക്കും? ഏതാണ്ട് 40,000 രൂപയുടെ വെള്ളം ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇവിടെയാണ് വെള്ളം ഔഷധം പോലെ ഉപയോഗിച്ച് നമ്മൾ ശീലിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്. അല്ലാഹു തആല സൂറത്തുൽ വാഖിയയിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അഫറഅയ്തുമുൽ മാ അല്ലദി തശ്റബൂൻ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ജലത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളാണോ മേഘപാളികളിൽ നിന്ന് ജലം വർഷിക്കുന്നത്? അതല്ല നാം ആണോ? നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെ ഉപ്പുജലമാക്കി മാറ്റാൻ നമുക്ക് കഴിയുമായിരുന്നു. കടൽ ഉപ്പുജലമാണ്. കടലിൽ നിന്നാണ് കൂടുതലായി വെള്ളം നീരാവിയായിട്ട് മുകളിലോട്ട് പോയി മഴയായി വർഷിക്കുന്നത്. പക്ഷേ കാരുണ്യവാനായ പ്രപഞ്ചനാഥൻ തെളിനീരായിട്ട് സ്റ്റെറിലൈസ്ഡ് വെള്ളത്തെക്കാളും ശുദ്ധമായ വെള്ളമായിട്ടാണ് മഴവെള്ളത്തെ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്തം തിരിച്ചറിഞ്ഞുകൊണ്ട് വെള്ളത്തെ ഉപയോഗപ്പെടുത്തുവാൻ ഈ വേനലിൽ പ്രത്യേകിച്ച് നമുക്ക് കഴിയണം. അവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നന്ദിബോധത്തോടെ പ്രയോജനപ്പെടുത്തുവാനും അങ്ങനെ അവൻ്റെ ഇഷ്ടദാസന്മാരായി തീരുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യബ്ലുഗുൽ അബ്ദു അൻ യകൂന മിനൽ മുത്തഖീൻ ഹത്താ യദഅ മാ ലാ ബഅസ ബിഹി ഹദറൻ ലിമാ ബിഹി ബഅസുൻ. റവാഹു തിർമിദി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന അതിസൂക്ഷ്മമായ ഒരു ജീവിത തലമാണ് ഈ വചനത്തിലുള്ളത്. ജീവിതത്തിൽ ഒരാൾ ഭക്തനാകുന്നത് എങ്ങനെയാണ്? അതിന് പല നിമിത്തങ്ങളും നമുക്ക് പറയാം. ഒരാൾ കൂടുതൽ ആരാധനാ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു, കൂടുതൽ ഖുർആനുമായി അടുക്കുന്നു, കൂടുതൽ നല്ല വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കുന്നു, കൂടുതൽ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഇതൊക്കെ ഒരാളിൽ നന്മ കൊണ്ടുവരാനുള്ള മാർഗമാണ്. എന്നാൽ തൻ്റെ മനസ്സിൻ്റെ വിശുദ്ധി ഓരോ ആൾക്കും വ്യക്തിപരമായിട്ട് തിരിച്ചറിയാൻ കഴിയും. സമൂഹ മധ്യത്തിൽ അയാൾ പ്രകടമായ ഭക്തിയുടെ ഭാവങ്ങൾ കൊണ്ടു നടക്കുമ്പോഴും മനസ്സിനകത്ത് ഇനിയും വല്ല കലർപ്പുമുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നടത്തുമ്പോൾ ആർക്കും തിരിച്ചറിയാൻ കഴിയും. പ്രവാചകൻ ഈ വചനത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് വിശുദ്ധിയുടെ അതിസൂക്ഷ്മമായ ചില പരീക്ഷണങ്ങളെക്കുറിച്ചാണ്. പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ലാ യബ്ലുഗുൽ അബ്ദു അൻ യകൂന മിനൽ മുത്തഖീൻ. ഒരു അടിമയ്ക്ക് യഥാർത്ഥ ഭക്തനാവാൻ കഴിയില്ല. ഹത്താ യദഅ മാ ലാ ബഅസ ബിഹി. ഉപദ്രവകരമല്ലാത്ത കാര്യങ്ങളെപ്പോലും ഉപേക്ഷിച്ചാൽ അല്ലാതെ. ഹദറൻ ലിമാ ബിഹി ബഅസുൻ. ഉപദ്രവം സംഭവിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഉപദ്രവകരമല്ലാത്ത കാര്യങ്ങളെപ്പോലും വിട്ടകലാനുള്ള മാനസികാവസ്ഥയിലേക്ക് വിശ്വാസി വളരേണ്ടതുണ്ട്. സാധാരണ നമ്മൾ പറയുമല്ലോ, ആര് ചെയ്താലും നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നമ്മൾ മക്കളെ പലപ്പോഴും അങ്ങനെ ഉപദേശിക്കാറുണ്ട്. കാരണം നീ എൻ്റെ മകനാണ്, നീ പഠിച്ച സംസ്കാരം ഇതല്ല, അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യരുതായിരുന്നു. ഒരുപക്ഷെ സമൂഹത്തിൽ
നിർബാധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയും. ഇതേപോലെ സമൂഹത്തിൽ സർവ്വസാധാരണമായ ചില കാര്യങ്ങളിൽ നിന്ന് പോലും വിട്ടുനിൽക്കാനുള്ള സൂക്ഷ്മത പാലിക്കുമ്പോഴാണ് നമ്മിലെ ഭക്തി അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുന്നത് എന്നതാണ്. വെറുതെ ഒരാൾ അങ്ങാടിയിൽ നോക്കി നിൽക്കുന്നു, അയാളെ നമ്മൾ വായ നോക്കി എന്ന് പറയും, നാടൻ ശൈലിയിൽ വായി നോക്കി എന്ന് പറയും. അങ്ങാടിയിൽ വെറുതെ നിൽക്കുക, ബസ് സ്റ്റോപ്പിൽ വെറുതെ ഇരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ശീലം തീർച്ചയായും ഒരാളെ തെറ്റിലേക്ക് കൊണ്ടുപോകാം. വേറെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ് എന്ന് പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ അത് തെറ്റായ കൂട്ടുകെട്ടിലേക്കും ദുശ്ശീലങ്ങളിലേക്കും ഒരാളെ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ ഇടയാകും. അതേപോലെ ഇന്ന് സോഷ്യൽ മീഡിയ വഴി സ്ത്രീ പുരുഷ സൗഹൃദങ്ങൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആളുകൾ പരസ്പരം ഫ്രണ്ട്ഷിപ്പ് ആവശ്യപ്പെടുന്നു, ഫ്രണ്ട്ഷിപ്പ് നൽകുന്നു. അങ്ങനെയുള്ള സൗഹൃദങ്ങൾ വഴിവിട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ ചില നന്മകൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നുണ്ടെങ്കിലും വളരെയേറെ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അപകടങ്ങളിലേക്ക്, അതിരുവിട്ട ബന്ധങ്ങളിലേക്ക് അത് വഴിവിട്ടു പോകാൻ ഇടയുണ്ട് എന്ന് നമുക്ക് കാണാം. ചില സൂക്ഷ്മമായ കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഒരു വിശ്വാസി മദ്യഷോപ്പിൽ പ്രവേശിക്കേണ്ടി വരുമോ? ഒരിക്കലും ഇല്ല. അയാൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എത്രത്തോളം ജാഗ്രത പാലിക്കണം? ഒരാവശ്യം വരുന്ന ഘട്ടത്തിൽ പോലും അകന്നു നിൽക്കാൻ ശ്രമിക്കാം. ഉദാഹരണത്തിന്, ഒരാൾക്ക് 1000 രൂപയുടെ ചേഞ്ച് വേണം, ചില്ലറ വേണം. പരിസരത്ത് കണ്ടത് ഒരു മദ്യ ഷോപ്പാണ്. അവിടെ അയാൾ പ്രവേശിക്കാമോ, പ്രവേശിക്കാൻ പാടില്ലയോ? സാധാരണഗതിയിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതൊരു മദ്യ ഷോപ്പാണ്. അവിടത്തേക്ക് ആ സ്റ്റെപ്പുകൾ കയറി അതിനകത്തേക്ക് ചെല്ലുക എന്നത് അയാളുടെ മനസ്സിനകത്തെ ഒരു മതിൽക്കെട്ട് തകർക്കുന്നതിന് തുല്യമാണ് എന്ന് പറയാം. മദ്യത്തോടും ആ സംസ്കാരത്തോടും അതുമായി ബന്ധപ്പെട്ട ആളുകളോടുമുള്ള സമീപന രീതിയിൽ മാറ്റം വരികയാണ്. ഇതേപോലുള്ള കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ കുറ്റകരമല്ല എന്ന് തോന്നുമെങ്കിലും എന്നാൽ അതിനകത്ത് ചില തിന്മകളുണ്ട് എന്ന് മനസ്സാക്ഷി പറഞ്ഞു തരുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇന്ന് വാട്ടർ തീം പാർക്കുകളുടെ കാലമാണ്. പ്രത്യേകിച്ച് വേനൽക്കാലമൊക്കെ ആയാൽ ആളുകൾ കാശ് കൊടുത്ത് ജലക്രീഡകളിൽ അഥവാ വെള്ളത്തിൽ നീന്തിത്തുടിച്ചും അതുപോലെ പലതരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടും വിനോദങ്ങളിൽ ഏർപ്പെടുന്ന കാലമാണ്. 500ഉം 1000ഉം രൂപ കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള വാട്ടർ തീം പാർക്കുകളിൽ ആളുകൾ ചെല്ലുന്നു. എന്നിട്ട് വ്യത്യസ്തമായ കളികളിൽ ഏർപ്പെടുന്നുണ്ട്. ഇത് സാധാരണഗതിയിൽ ഒരു കുറ്റകരമായ കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം. അതേസമയത്ത് ജല ദൗർലഭ്യം നേരിടുന്ന, കനത്ത വേനൽ അനുഭവപ്പെടുന്ന, കുടിവെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെടുന്ന, പല നാടുകളിലും ആളുകൾ വെള്ളം കിട്ടാതെ മരണത്തോട് മല്ലിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഞാൻ അത് ചെയ്യുന്നത് ശരിയാണോ അല്ലയോ? എൻ്റെ കയ്യിൽ കാശുണ്ട്, ആ സ്ഥാപനം അതിനുവേണ്ടി തന്നെ പ്രവർത്തിക്കുന്നതാണ് എന്ന നിലപാടാണോ സ്വീകരിക്കേണ്ടത്? അതല്ല, ഞാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കണമോ? സ്വാഭാവികമായും വേനൽക്കാല അവധി വരാൻ പോവാണ്. നമ്മൾ മക്കളുമായിട്ട് ഇത്തരത്തിലുള്ള പല കേന്ദ്രങ്ങളിലേക്കും ടൂറ് പോകും. അത്തരം സാഹചര്യങ്ങളിൽ മനസ്സാക്ഷി മുൻനിർത്തിയിട്ട് നടത്തേണ്ട ആലോചനകളിൽ ഒന്നാണ് ഇത്. പ്രത്യക്ഷത്തിൽ കുറ്റകരമല്ല, ശരിയാണ്. എന്നാൽ ജലത്തിൻ്റെ ഇത്തരത്തിലുള്ള ദുരുപയോഗങ്ങൾ കുറ്റകരമാവില്ലേ എന്നാലോചിച്ച് നോക്കാം. അവിടെയാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുയായിയായ സഅദ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞത്, വെള്ളം ഉപയോഗിക്കുന്നിടത്ത് ധൂർത്ത് കാണിക്കരുത്. അപ്പം അദ്ദേഹം പറഞ്ഞു, വെള്ളം എന്തായാലും ഒഴുകി പോവുകയല്ലേ, പിന്നെ ഞാൻ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അത് ഒഴുകുകയാണ്, പിന്നെ അതിലെങ്ങനെയാണ് പ്രവാചകരെ ധൂർത്ത് അനുഭവപ്പെടുക? അല്ല, ഒഴുകുന്ന നദിയായിരുന്നാൽ പോലും നിനക്ക് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദിനെ മുൻനിർത്തിയിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും അതിൽ വലിയൊരു പാഠമുണ്ട്. ഇങ്ങനെ പൊതുസമൂഹം ഒരുപക്ഷെ തിന്മയോ കുറ്റകരമോ ആയിട്ട് കാണാത്ത കാര്യങ്ങളെപ്പോലും അതിസൂക്ഷ്മമായി വിലയിരുത്തി അത്തരം തിന്മകളിൽ നിന്ന്, അബദ്ധങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴാണ് നമ്മിലെ ഭക്തിയുടെ ഭാവം പൂർണ്ണത പ്രാപിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഇങ്ങനെ ജീവിക്കുന്ന ചുറ്റുപാടിൽ
തിന്മകളിൽ നിന്ന്, അത്തരത്തിലുള്ള ജീവിതശീലങ്ങളിൽ നിന്ന് അകന്നു നിന്ന് മുന്നേറുവാൻ പ്രപഞ്ചനാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നമുക്ക് ചോദ്യോത്തര പരിപാടിയിലേക്ക് കടക്കാം. ഇന്നത്തെ ചോദ്യം ഒമാനിൽ നിന്ന് മജീദ എന്ന വനിതയുടേതാണ്. സഹോദരിയുടെ ചോദ്യം ഇതാണ്: ബുദ്ധിമാന്ദ്യം ഉള്ള യുവാക്കൾക്ക് പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കാമോ? ഇസ്ലാമിക വിധി എന്ത്? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. പലപ്പോഴും നമ്മുടെ മനസ്സിൽ കടന്നു വരാറുള്ള ഒരു ചിന്തയാണിത് എന്ന് പറയാം. ബുദ്ധിമാന്ദ്യം എന്നത് ദൈവനിശ്ചയപ്രകാരം സംഭവിക്കുന്ന ഒരവസ്ഥയാണ്. അത് തീർച്ചയായും അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണമാണ്. എന്നാൽ ആ ബുദ്ധിമാന്ദ്യം നിമിത്തമായിട്ട് അയാൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അള്ളാഹു തീർച്ചയായും അയാൾക്ക് പരലോകത്ത് പ്രതിഫലം നൽകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേ സമയത്ത് ബുദ്ധിമാന്ദ്യം സംഭവിച്ച ആൾക്ക് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കാമോ എന്ന വിഷയം നാം വിശകലനം ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. വിവാഹം എന്തിനാണ് എന്നത് ഒരു പ്രധാന ചോദ്യമാണ്. വിവാഹത്തിൻ്റെ ലക്ഷ്യമായിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നത് ഒന്ന് ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് അവരിൽ തൻ്റെ ഇണയിൽ ശാന്തിയും സമാധാനവും കണ്ടെത്തുവാൻ വേണ്ടി എന്നുള്ളതാണ്. അതേപോലെ പരസ്പരം സ്നേഹവും കാരുണ്യവും പങ്കിടുവാനാണ്. അതുപോലെ തന്നെ ഉത്തമമായ കുടുംബജീവിതം നയിക്കുവാനാണ്. ഒരു കുടുംബത്തെ ആദർശ ബോധമുള്ള അവസ്ഥയിൽ കെട്ടിപ്പടുക്കുവാൻ, ഇസ്ലാമിക ബോധമുള്ള തലമുറകളെ വാർത്തെടുക്കുവാൻ, അതുപോലെ തന്നെ സന്താനലബ്ധി വിവാഹത്തിൻ്റെ ഒരു മുഖ്യമായ ലക്ഷ്യമാണ്. ഇങ്ങനെ വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് വിവാഹം എന്ന സാമൂഹിക സംവിധാനത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അങ്ങനെ വരുമ്പോൾ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ ഈ അവസ്ഥയിലുള്ള ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഒരാളുമായുള്ള വിവാഹത്തിലൂടെ സാധിക്കുമോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ആണായാലും പെണ്ണായാലും ഇത് സാധ്യമാണോ എന്നതൊരു വിഷയമാണ്. അതേസമയം വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അനുരാഗവും കാരുണ്യവും നിറച്ചു വച്ചത് അവനാണ് എന്ന ഉദ്ദേശത്തിൽ വിവാഹ ജീവിതത്തിൻ്റെ ലക്ഷ്യം പരസ്പരം സ്നേഹം പങ്കിടലും കാരുണ്യം പങ്കുവെക്കലുമാണ് എന്ന അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധിമാന്ദ്യം സംഭവിച്ച ആളെ വിവാഹം ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ അതേ സമയത്ത് കൂടുതൽ പ്രസക്തമായ മറ്റൊരു കാര്യം, താൻ ആരെ വിവാഹം ചെയ്യണം എന്നത് ഒരാൾ വ്യക്തിപരമായിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഉള്ള മാനദണ്ഡം തൻ്റെ ഇണ മുസ്ലിമായിരിക്കുക എന്നതാണ്. അത് ഖുർആൻ കൊണ്ട് തന്നെ തെളിയുന്ന കാര്യമാണ്. ഒരു വിശ്വാസിയെയാണ് വിവാഹം കഴിക്കേണ്ടത്. കാരണം അത് ആദർശപരമായ ഒരു അടിത്തറ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് കാണാം. എന്നാൽ അതിനും അപ്പുറത്ത് എൻ്റെ ഇണ ആരായിരിക്കണം, എങ്ങനെയുള്ളതായിരിക്കണം എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം ഓരോ പെൺകുട്ടിക്കുമുണ്ട്, ഓരോ ആൺകുട്ടിക്കുമുണ്ട്. ഒരിക്കലും ഒരു പെൺകുട്ടിയെ അവരുടെ സമ്മതം കൂടാതെ പിതാവ് ഇന്ന ആൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു. ഉടനെ ആ പെൺകുട്ടി പ്രവാചകൻ്റെ മുമ്പിൽ വന്ന് പരാതി പറയാണ്, എന്നെ വാപ്പ ഇന്ന ആൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഉടനെ വാപ്പയെ വിളിച്ച് വിശദീകരണം ചോദിച്ചു. അങ്ങനെ മകൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒഴിയാം എന്ന നിലക്ക് മകൾക്ക് തന്നെ അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. പിന്നീട് മകൾ തന്നെ പറഞ്ഞു, എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് എനിക്ക് അതിൽ തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്, ഞാൻ ആ വിവാഹത്തിന് സന്നദ്ധമാണ് എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. തീർച്ചയായും ഇസ്ലാം ആ ഒരു സ്വാതന്ത്ര്യം പെൺകുട്ടിക്കും ആൺകുട്ടിക്കും വകവെച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഒരാളെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് പെൺകുട്ടിയുടെ പിതാവോ രക്ഷിതാക്കളോ അവരെ നിർബന്ധിക്കുവാനോ പ്രേരിപ്പിക്കുവാനോ പാടില്ല. അതേപോലെ തന്നെ ചില കുടുംബങ്ങളിൽ ചെറുപ്പകാലത്ത് തന്നെ ഇന്ന ആൾക്ക് നിന്നെ വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന നിലക്ക് മാതാപിതാക്കൾ തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുന്ന പോലെ ഒരു സമ്മതം പറഞ്ഞ് ഉറപ്പിക്കുന്ന ഒരു രീതിയൊക്കെ സ്വീകരിക്കാറുണ്ട്. ഒരുപക്ഷെ സഹോദരങ്ങളുടെ മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ തീരുമാനിച്ചിരിക്കും. കുട്ടി ചെറുതായിരിക്കും, എന്നാൽ മുതിർന്നു കഴിഞ്ഞാലോ പലപ്പോഴും അവർക്ക്
ഒരുമിച്ച് ചേരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാം. അതിനാൽ അത്തരം കരാറുകൾ ചെയ്യുകയോ അതല്ലെങ്കിൽ നിർബന്ധിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതേപോലെ തന്നെ ആകാൻ ഉദ്ദേശിക്കുന്ന ആൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾ ബുദ്ധിമാന്ദ്യം സംഭവിച്ച ആളാണ് അല്ലെങ്കിൽ മറ്റേതോ വൈകല്യമുള്ള ആളാണെങ്കിൽ കേവലമായ ഒരു സഹതാപത്താൽ വിവാഹത്തിന് സന്നദ്ധമായാൽ സ്വാഭാവികമായും പിന്നീട് പ്രയാസങ്ങൾ ഉണ്ടാവാനിടയുണ്ട്. ചിലപ്പോൾ നിരാശ തോന്നും, അന്നത്തെ ആ എടുത്തുചാട്ടം അല്ലെങ്കിൽ ആ തീരുമാനം അബദ്ധമായിപ്പോയി, അപക്വമായിപ്പോയി എന്ന് പിന്നീട് തോന്നുകയും ആ ബന്ധത്തിൽ ഉലച്ചിലുണ്ടാവാനും സാധ്യതയുണ്ട്. മാത്രമല്ല, ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾക്ക് സ്നേഹം പകരാനോ വൈകാരികമായ ബന്ധം നിലനിർത്താനോ ഒരുപക്ഷെ ശാരീരികമായ ആവശ്യങ്ങൾ നിർവഹിക്കാനോ ഒന്നും കഴിഞ്ഞുകൊള്ളണമെന്നുമില്ല. അതുപോലെ തന്നെ ഒരു കുടുംബം പുലർത്തുക എന്നത് ആണായാലും പെണ്ണായാലും, പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് ജന്മം നൽകലും അവരെ നല്ല നിലയിൽ വളർത്തലും അതുപോലെ ഒരു വീടും കുടുംബവും പരിപാലിക്കലും പ്രയാസകരമായിരിക്കും. അതേപോലെ തന്നെ പുരുഷനാണെങ്കിൽ അദ്ദേഹത്തിന് ആ കുടുംബത്തിന് നേതൃത്വം കൊടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ട് എന്നാലും ഇങ്ങനൊരു വിവാഹം ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ആളെ തന്നെ എനിക്ക് ഇണയായിട്ട് ലഭിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന നിലയ്ക്ക് ഒരാൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അയാൾക്കതിന് അനുവാദമുണ്ട് എന്ന് പറയാം. കാരണം ഇസ്ലാം അത് നിരോധിക്കുന്നില്ല. അതേസമയത്ത് അത് മുഖേന പിന്നീട് തെറ്റിലേക്ക് ചെന്ന് വീഴാൻ ഇടയുള്ള സാഹചര്യം സംഭവിക്കരുത്. അങ്ങനെയൊക്കെ സമൂഹത്തിൽ പലപ്പോഴും ഉണ്ടാകുന്നു. ഒരാൾ ശാരീരിക വൈകല്യമുള്ള ആളാണെങ്കിൽ തൻ്റെ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി വേറെ ഏതെങ്കിലും കുറുക്കു വഴികൾ ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ സംഭവിച്ചു പോകാം. അങ്ങനെ തെറ്റിലേക്ക് പോകാൻ ഇടയില്ല എന്ന് സ്വയം ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ അവസ്ഥയിൽ വിവാഹത്തിന് സന്നദ്ധമാകാൻ പാടുള്ളൂ എന്നതാണ്. എന്തായാലും ഇസ്ലാമിക വീക്ഷണത്തിൽ വിവാഹിതരാകുന്നതിന് തെറ്റില്ല. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുഫു എന്ന അർത്ഥത്തിൽ ഒരു പരസ്പരം യോജിക്കാവുന്ന മേഖലകൾ പരസ്പരം പഠിക്കണം എന്ന് ഉണർത്തുന്നുണ്ട്. രണ്ടുപേരുടെയും ഇസ്ലാമിക അവബോധം പരസ്പരം ഒന്നിച്ചു പോകാൻ കഴിയും വിധത്തിലാണോ എന്നത് പ്രധാനമാണ്. അതുപോലെ അവരുടെ സാമൂഹികമായ ബന്ധങ്ങളും ഇനി സാമ്പത്തിക നിലയും ഒക്കെ വിവാഹ ജീവിതം വിജയകരമാകുന്നതിന് തടസ്സമാകുമോ, എവിടെയെങ്കിലും വിള്ളലുണ്ടാകുമോ എന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുന്നത് ഏതായാലും നന്നായിരിക്കും എന്നാണ് ഈ വിഷയത്തിൽ പ്രത്യേകമായി ഉണർത്താനുള്ളത്. സമൂഹത്തിൽ പലതരത്തിലുള്ള വിവാഹങ്ങൾ സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തേതുപോലെ സോഷ്യൽ മീഡിയ വ്യാപകമായിട്ട് ഉപയോഗപ്പെടുത്തപ്പെടുന്ന കാലത്ത് ലോകതലത്തിൽ തന്നെ പലതരത്തിലുള്ള സൗഹൃദങ്ങളും രൂപപ്പെടുകയും അങ്ങനെ വൈകല്യമുള്ള ആളുകൾ വൈകല്യമില്ലാത്ത ആളെ വിവാഹം കഴിക്കുന്നതും സ്വയം സന്നദ്ധരായിക്കൊണ്ട് രംഗത്ത് വരുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയണം. ഏതായാലും നന്നായി ആലോചിച്ചതിന് ശേഷം ഉറച്ച തീരുമാനത്തിലെത്തണം. കാരണം ഒരാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണല്ലോ വിവാഹം. അത് ഒരിക്കലും നിരുത്തരവാദപരമോ അല്ലെങ്കിൽ അപക്വമായ ഒരു തീരുമാനം കാരണമായിട്ട് പരാജിതമാകുന്ന അവസ്ഥയോ ഉണ്ടാകുവാൻ പാടില്ല. ഇസ്ലാം ഏതായാലും ഈ വിഷയത്തിൽ നിർബന്ധിക്കുന്നില്ല, നിർദ്ദേശങ്ങൾ നൽകുന്നില്ല. എന്നാൽ ഒരാൾക്ക് സ്വയം തീരുമാനമെടുക്കാനുള്ള അനുവാദം നൽകുന്നു എന്നാണ് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹജീവികളോട് ഏറ്റവും കാരുണ്യത്തിൽ വർത്തിക്കുവാനും അവരുടെ അവകാശങ്ങൾ അവർക്ക് വകവെച്ചു കൊടുക്കുവാനും അതേപോലെ ജീവിതത്തിൻ്റെ സമാധാനവും സ്വസ്ഥതയും നേടിയെടുക്കുവാനും അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഴിവിളക്ക് മീഡിയ വൺ ഹെഡ്ക്വാർട്ടേഴ്സ് മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ്, വെള്ളിപ്പറമ്പ് PO, കോഴിക്കോട്. പിൻ 673008. ഇമെയിൽ വഴിവിളക്ക്@mediaonetv.in.